ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഒരു ചെറിയ യാത്ര പോകാനായിട്ട് ഇറങ്ങുകയാണ്. ഡ്രസ്സൊക്കെ ചെയ്ത് നിൽക്കുവാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു 5 മണിക്കൂറെങ്കിലും ട്രാവൽ ചെയ്യാനുണ്ട്. 4.5 to 5 hours തൊടുപുഴ ഭാഗത്തേക്കാണ് പോകുന്നത്. ഞാനൊരു 7 മണിക്കെങ്കിലും സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചു, പക്ഷേ ഇപ്പോൾ 8 മണിയായി, കുറച്ച് ലേറ്റായി. അപ്പോൾ അവിടെ നല്ലൊരു അടിപൊളി സ്റ്റേയും പിന്നെ ആ പരിസര പ്രദേശങ്ങളിൽ കുറേ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാം. ഷൂട്ടിംഗ് പർപ്പസും കൂടി ഉണ്ട് ഈ യാത്രയിൽ. ഓക്കെ, മെയിനായിട്ട് അത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇറങ്ങാം. അങ്ങനെ നമ്മുടെ മനോഹരമായ മറ്റൊരു യാത്ര തുടങ്ങുന്നു. കേരളത്തിൻ്റെ മനോഹരമായ ഒരു ജില്ലയിലേക്കാണ് ഈ യാത്ര, ഇടുക്കി ജില്ല. അപ്പോൾ ഇടുക്കി ജില്ലയിലെ കുളമാവാണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ. ഇടുക്കി ജില്ലയുടെ മനോഹാരിത എന്ന് പറഞ്ഞാൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല, അത്ര ബ്യൂട്ടിഫുള്ളാണ് ഇടുക്കി ജില്ല. എത്ര പറഞ്ഞാലും തീരാത്ത അത്ര മനോഹാരിത എന്ന് പറഞ്ഞൊരു സ്ഥലം. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വൺ ഓഫ് മൈ ഫേവററ്റ് ഡെസ്റ്റിനേഷനാണ് ഇടുക്കി ജില്ല. ധാരാളം മലനിരകളും പച്ചപ്പും ഒക്കെ ആയിട്ട് എന്ത് സുന്ദരമായൊരു സ്ഥലമാണെന്നറിയോ. അപ്പോൾ ഈ ഒരു സ്ഥലത്തേക്കുള്ള ഈ ഒരു യാത്രയും വളരെ ആസ്വാദികരം തന്നെയാണ്. ഞാനിങ്ങനെ പുറത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഹാപ്പി ആയിട്ട് പോകുന്നു. അപ്പോൾ രാവിലെ തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഒരുപാട് രാവിലെ അല്ല എങ്കിലും നമ്മൾ ഏകദേശം ഉച്ചയാകുമ്പോൾ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എത്തും. അപ്പോൾ അവിടെ ചെന്നിട്ട് പിന്നെ അവിടുത്തെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ എന്നോടൊപ്പം വരിക ഈ യാത്രയിലും. റിസോർട്ടിൻ്റെ ഫ്രണ്ടിലെത്തി, ഗ്രീൻബർഗ് റിസോർട്ട്സ്. ഇവിടെയാണ് സ്റ്റേ. ചക്കയും മാങ്ങയും മറ്റേ അങ്ങനത്തെ കൃഷിത്തോട്ടം പോലെ നിറച്ച് മാങ്ങയും കാച്ചിരിക്കുന്നുണ്ടോ. അയ്യോ, മാങ്ങ ചക്ക എല്ലാം ഉണ്ട് ഇവിടെ. ഒറിജിനൽ പോലെ ഇരിക്കുന്നില്ലേ, ഒറിജിനൽ കാട്ടുപോത്ത് തോറ്റു അത്രയും സൈസ് സ്റ്റൈലായിട്ട്. അങ്ങനെ നമ്മൾ കുളമാവിലെ ഗ്രീൻബർഗ് റിസോർട്ട്, ദാറ്റ് ഈസ് ഇടുക്കി ഡിസ്ട്രിക്റ്റ്, അവിടെ ചെക്ക് ഇൻ ചെയ്തു. ഒന്ന് ഫ്രഷായി വീണ്ടും വസ്ത്രമൊക്കെ മാറി ഇറങ്ങി. ഇവിടെ കുറേ ഇൻഡോർ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇവർ കുറേ അഡ്വഞ്ചർ പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ അത്ര അഡ്വഞ്ചറസ് അല്ല, അതുകൊണ്ട് ആ അഡ്വഞ്ചറിനൊന്നും പോകുന്നില്ല. പിന്നെ പൂളുണ്ട്, ട്രീ ഹൗസ്. ഇതൊരു 70 acres അബവ് പ്രോപ്പർട്ടിയാണ്. നല്ലൊരു ഗ്രീൻ സ്പേസിൽ നമ്മൾ താമസിക്കുകയല്ലേ. അപ്പോൾ ഇവർക്ക് വാട്ടർ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ പെഡലിംഗ് ടൈപ്പ് ബോട്ട്സ് ഉണ്ട്, പിന്നെ കയാക്കിംഗ് ഉണ്ട്, പിന്നെ ചങ്ങാടമുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ചങ്ങാടത്തിൽ കയറാമെന്ന് വിചാരിച്ചു. അതാണ് കൂട്ടത്തിൽ എനിക്ക് സുഖം.
അങ്ങനെ ചങ്ങാടത്തിൽ കയറി നമ്മൾ ഇവിടുത്തെ ലേക്കിലൂടെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. ഇത് നല്ല താഴ്ച ഉണ്ടെന്നാണ് പറയണേ. എത്ര അടി ഉണ്ടാവും ഇതിൻ്റെ ഡെപ്ത്? 30? ചുമ്മാ 30 അടി താഴ്ച. എൻ്റെ അമ്മേ. അടിപൊളി, പറയാതിരിക്കാൻ വയ്യ. നല്ലൊരു എക്സ്പീരിയൻസ്. ചങ്ങാടത്തേൽ ഇങ്ങനെ ഞാൻ ലാസ്റ്റ് ചങ്ങാടത്തിൽ കയറിയത് തേക്കടി പോയപ്പോഴാണ്. തേക്കടിയുടെ ആ ഭാഗത്ത് പോയപ്പോൾ നമ്മൾ ചങ്ങാടത്തിൽ കയറിയിട്ടുണ്ട്. പക്ഷെ അല്ലാണ്ട് ചങ്ങാടത്തിൽ തുഴഞ്ഞു നടക്കും. പക്ഷെ ഇത് നല്ല താഴ്ചയുണ്ട്. നല്ലൊരു കൂൾ ഫീലാണ് ഇവിടെ. ഇപ്പോൾ നല്ലൊരു എന്താ പറയുക, ക്ലൈമറ്റ് ഈവനിങ് ടൈം ആകുമ്പോൾ നല്ല ലോ ക്ലൈമറ്റിലേക്ക് പോകും. പറ്റുന്ന പോലെ ഒരു ഏലക്ക പൊക്കി. ഓക്കെ, ഇത് ആവശ്യത്തിന് വിളഞ്ഞതാ കേട്ടോ. ആഹാ, എന്താ മണമെന്നറിയോ? ഫ്രഷ് ഏലക്കയുടെ മണം. ഇനി വിളയാനുണ്ട്. എങ്കിലും അങ്ങനെ കാർഡമൺ പ്ലാന്റേഷൻ ഉണ്ട്. ഇതിനകത്ത് ഇല്ലാത്ത എന്താ ഉള്ളതെന്ന് ചോദിക്കും. ഗ്രീൻബർഗ് റിസോർട്ടിൻ്റെ സ്പെഷ്യാലിറ്റീസ് ഞാൻ കണ്ടുവരുന്നത്, ഇത് ഏതാണ്ടൊരു മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ബ്യൂട്ടിഫുൾ ഇടുക്കിയുടെ കാഴ്ചകളാണ്. ഇതൊരു ഫോറസ്റ്റ് ലാൻഡ് ആണോന്ന് വെച്ചാൽ ചുറ്റും ഫോറസ്റ്റ് ഉണ്ട്. പിന്നെ പ്ലാന്റേഷൻ ആണോന്ന് വെച്ചാൽ പ്ലാന്റേഷനും ഉണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഏലക്ക, പിന്നെ തേയില, പിന്നെ അവർക്ക് സ്വന്തമായിട്ടൊരു ഡാമുണ്ട്, പിന്നെ ബോട്ടിങ്ങിനുള്ള ഒരു ലേക്ക് പോലെയുണ്ട്, കയാക്കിംഗ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഇവർക്കൊരു ഫാം ഉണ്ടെന്നാണ് പറയുന്നത്, ആനിമൽ ഫാം. അവരുടെ തന്നെ റാബിറ്റ്, പോത്ത്, ആട്, പിന്നെ പന്നി, പോക്ക്, ഇങ്ങനെയുള്ള മീറ്റൊക്കെ അവർ തന്നെ ഇവിടെ നിന്ന് തന്നെ അവരുടെ ഫാമിൽ തന്നെയാണ്. എറണാകുളത്ത് താമസിക്കുന്നവർക്ക് ജസ്റ്റ് 2 hours ഉള്ളൂ. ഇപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് വന്നു, എന്നിട്ട് പോലും ഞാൻ വന്നു ഒരു 5 hours ഒക്കെ എടുത്തിട്ടാണെങ്കിലും. പക്ഷേ അതിനെക്കാട്ടിലും അടുത്താണ് എറണാകുളത്ത് താമസിക്കുന്ന ആൾക്കാർക്ക്. 2 hours വന്നു കഴിഞ്ഞാൽ എന്ത് നല്ല ക്ലൈമറ്റ്. ഈ ചൂടിൽ നിന്ന് നല്ല, ഈ സമ്മറിൽ ഇങ്ങനെയാണെങ്കിൽ വിൻ്ററിൽ എന്തായിരിക്കും അതാണ് എനിക്കറിയാത്തത്. ഭയങ്കര രസമായിട്ട്. ഇപ്പോൾ ഇവിടെ ഒരു മൗണ്ടൻ ഒക്കെ ഉണ്ട് കേട്ടോ ഇവർക്ക്. അതിൻ്റെ മേലെ കയറിയാൽ നമുക്ക് സൺസെറ്റ് കാണാം. ഇടുക്കി ഡാമിലേക്ക് പോകണമെങ്കിൽ ഒരു 15-25 കിലോമീറ്റർ അത്രയൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവിടെ നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ചിന് ഉണ്ടാക്കി തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഡാം ഫിഷ്. അപ്പോൾ എന്തായാലും ഇതൊരു ഭയങ്കര ഒരു ഗ്രീൻ സ്പേസാണ്. നമുക്ക് ഈ തിക്കുന്നും തിരക്കുന്നും ഒക്കെ പൊള്യൂട്ടഡ് നഗരക്കാഴ്ചകളിൽ നിന്നും ഇത്രയും നേച്ചറുമായിട്ട് അടുത്ത് നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. അപ്പോൾ കോട്ടേജസ് ഒക്കെ നോർമൽ കോട്ടേജസ് ഡീലക്സ് ടൈപ്പ് ഉണ്ട്. പിന്നെ ട്രീ ഹൗസ് ഉണ്ട്. നേരത്തെ ബുക്ക് ചെയ്യണം, പക്ഷേ എപ്പോഴും തിരക്കാം. പിന്നെ ഇവിടെ ഡേ ഔട്ട് ഉണ്ട്. ഡേ ഔട്ട് രാവിലെ വന്ന് വൈകുന്നേരം 3 പാക്കേജസ് അവർക്കുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിപ്പോൾ ഒരു 70 acres അല്ല 80 acres ഉള്ള ലാൻഡാണ്. അപ്പോൾ ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെങ്കിലും കാടും ഒക്കെ ഇവർക്കുണ്ടല്ലോ. അതുപോലെ മൗണ്ടൻ ടോപ്പ് ഉണ്ട്. ഞാനിങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിയതാണ്. എൻ്റെ കൂടെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ, അവരുടെ ടീമെല്ലാം ഉണ്ട്. ഇവിടുത്തെ GM ഉൾപ്പെടെ വരുന്നുണ്ട് കൂടെ. ഇവിടെ നോക്കിയേ, ഒരു പക്ക ടിപ്പിക്കൽ ഫ്ലോറ ഫോണ കേസാണ്. ഇവിടെ ഒരു കാട്ടുമണവാട്ടി എന്ന് പറഞ്ഞിട്ടൊരു ഫ്രോഗ് ഓടിപ്പോകുന്നത് ഞാൻ കണ്ടു. പക്ഷെ എനിക്ക് അത് ക്യാമറയിൽ കാണിക്കാൻ പറ്റിയില്ല. ഈ കരിയിലയുടെ കളറാണ് ആ ചെറിയ തവളയ്ക്ക്, അത് ധാരാളം ഉണ്ട് പറഞ്ഞു. പിന്നെ ഇതൊക്കെ ഉണ്ട് ഇവിടെ. എന്താ പറയുക, കേഴമാൻ അതുണ്ടെന്ന് പറയുന്നു. ഇങ്ങനെ പോകാം. അപ്പോൾ നമുക്ക് ഇത്രയും ദൂരം വേണമെങ്കിൽ മൗണ്ടൻ കയറാം. അപ്പോൾ നാളെ രാവിലെ ചെയ്യാമെന്ന് വിചാരിച്ചേ, പക്ഷേ വേണ്ട, ഇപ്പോൾ തന്നെ കയറാം. ഈവനിങ് ടൈം. ഓക്കെ, ചെറിയൊരു മഴക്കോളുണ്ട്, ചിലപ്പോൾ മഴ പെയ്തേക്കാം. ഒരു വനത്തിനകത്ത് കൂടി നടക്കുന്നതിൻ്റെ ഒരു സുഖം. വൈൽഡ് ഫ്ലവേഴ്സ് ആട്ടോ, അത് ഓരോ സീസൺ അനുസരിച്ച് വരുന്നതാണ്. ഇതൊരു കാന പോലത്തെ ഒരു ചെടിയാണ്. അതിൻ്റെ പൂക്കളാണ് പിങ്ക് കളറിൽ. ഇത് ഭംഗി അറിയോ, സോ ബ്യൂട്ടിഫുൾ. ഒരുപാട് ഗ്രൂപ്പായിട്ട് ഇങ്ങനെ വളർന്നു നിൽക്കുന്നുണ്ട് ഈ ഭാഗത്ത്. ഇതൊരു കാനച്ചെടിയാണ്. അതിൻ്റെ ലീഫ് കാണുമ്പോൾ അറിയാമല്ലോ, കാനയുടെ ഒരു ലീഫാണ്. ഒരു കയറ്റമാണ്, മല കയറുക.
യെസ്, നോക്കുമ്പോൾ കാണാമല്ലോ താഴേക്ക്. അതാണ് റിസോർട്ടിൻ്റെ കോട്ടേജസ് ഒക്കെ ഇരിക്കുന്ന ഭാഗമാണ്. നല്ല ഒരു ക്ലൈമറ്റ്. ഈവനിങ് ഇപ്പോൾ ഒരു 6 മണി ആകാറായി. ഓൾമോസ്റ്റ് സൺസെറ്റ് സമയമാണ്. പക്ഷേ വെളിച്ചമുണ്ട്. എന്തൊക്കെ അറിയോ കിളികളുടെ ശബ്ദം. ചേക്കേറുന്ന സമയമല്ലേ. പല 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 ടോണിലുള്ള കിളിനാദങ്ങളാണ് എനിക്ക് ചുറ്റും. സോ നൈസ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടെറൈനാണ് ഇതിനകത്ത്. ഇപ്പോഴത്തെ കണ്ടില്ലേ, ഒരു മൗണ്ടൻ, ഒരു പാറ വരെ ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ കയറി വരാം. ഒരു മൗണ്ടനറിങ് ഫീലാണ്. ലേക്കിൽ നിന്നും നേരെ മൗണ്ടനിലേക്ക്. അപ്പം മൗണ്ടൻ കയറ്റമാണ് ഇപ്പം നടക്കുന്നത്. നല്ല എക്സസൈസാണ് ഈവനിങ്. എന്ത് ഭംഗിയാണ്. സോ നൈസ്. ഇവർക്കിവിടെ ഒരു ഫാം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആനിമൽ ഫാം. അതവിടെ ആ ഭാഗത്ത്. പറ്റുമെങ്കിൽ അവിടെ പോയി കാണണം. വാ, സോ നൈസ്. അങ്ങനെ മൗണ്ടൻ കയറി നമ്മൾ ആ പാറയുടെ മേളിലെത്തി. ഇതിവിടുത്തെ സൺസെറ്റ് വ്യൂ പോയിൻ്റ് ആണ്. നോക്കിക്കോളൂ, എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന്. വാവ്, അടിപൊളി. അയ്യാ, ഷോ, എന്തല്ലേ. അങ്ങനെ ബ്യൂട്ടിഫുൾ സൺസെറ്റ് വ്യൂ കാണാൻ പോവാണ്. ഇവിടുത്തെ ഏറ്റവും ടോപ്പ് ഒരു മൗണ്ടൻ, ആ ഭാഗത്തൊരു മൗണ്ടൻ ടോപ്പിൽ നിന്നിട്ട് താഴെ വളരെ ഡീപ്പായിട്ടുള്ളൊരു അഗാധമായ കൊക്കയാണ്. താഴെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഭാഗം എന്നൊക്കെ പറഞ്ഞാൽ മൂലമറ്റം ഡാം സൈറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തൊടുപുഴ, അവിടുന്ന് ആ നദിയുടെ അപ്പുറത്തേക്ക് എറണാകുളം സിറ്റി. അപ്പോൾ ഇത് നിരപ്പായ സ്ഥലം. നമ്മളത് ഇത് മലയ്ക്ക് ആ സൈഡിലേക്ക് പോയാൽ വാഗമൺ. അപ്പോൾ ട്രിവാൻഡ്രം ഇവിടെ ഒന്നും അല്ല കേട്ടോ, ആ മലയ്ക്കപ്പുറത്ത്. നമ്മളിങ്ങനെ കയറി വന്നേ. എത്ര ബ്യൂട്ടിഫുള്ളാണ്. അയ്യോ, രക്ഷയില്ല. ഇവിടെ ഇപ്പോൾ ഒരു നെറ്റ് പോലെ ഇട്ടിട്ടുണ്ടല്ലോ, കമ്പി വല. കാരണം സോ ഡേഞ്ചറസ്. താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ അറ്റത്ത് വന്ന് നിൽക്കുകയാണ് ആവേശം കൊണ്ട്. ഇപ്പോൾ കണ്ടോളൂ, സൺസെറ്റ് ഏതാനും നിമിഷങ്ങൾക്കകം സംഭവിക്കും. ഇനി ഒരു പക്ഷേ മേഘങ്ങൾ വന്ന് മൂടിയാൽ പോലും അതൊരു മിസ്റ്റി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നല്ല ചെറിയ തണുത്ത കാറ്റാണ്. ആഹാ, സോ നൈസ്. നേച്ചറുമായിട്ട് ഇത്രയും നമുക്ക് അടുത്ത് നിൽക്കാൻ പറ്റുക എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷം. അപ്പോൾ ഇപ്പോൾ ആകാശം ഏത് ഭൂമി ഏതെന്ന് അറിയാൻ വയ്യാത്ത രീതിയിൽ ഇങ്ങനെ കിടക്കുക. ഒരു ഭയങ്കര ഒരു ലാൻഡ്സ്കേപ്പാണിത്. ഒരു പിക്ചറസ്, ഒരു പെയിൻറ്റിങ് പോലെ തോന്നില്ലേ ബാക്ക് കാണുമ്പോൾ. ഇതൊക്കെയാണ് ഹാപ്പിനെസ്. അങ്ങനെ സൂര്യൻ അസ്തമിച്ചു. പക്ഷേ ഞാനിവിടെ തന്നെ ഇരിക്കുന്നു. എത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു എന്നറിയാം ആ സൺസെറ്റ് കാണാനായിട്ട്. അങ്ങനെ നമ്മൾ ഗ്രീൻബർഗ് റിസോർട്ടിൻ്റെ ഉള്ളിൽ ഏറ്റവും ടോപ്പ് പോർഷനിലാണ് വന്നിരിക്കുന്നത്. എന്ത് രസമാണ്. ഇവിടെ നിന്ന് തിരിച്ച് താഴേക്ക് പോകാനേ തോന്നില്ല, അത്ര രസമാണ്. ഞാൻ ഒറ്റയ്ക്കൊന്നും അല്ല, എൻ്റെ കൂടെ ആൾക്കാരൊക്കെ ഉണ്ട്. ധൈര്യമായിട്ട് ഇരിക്കാം ഇവിടെ. പിന്നെ കാറ്റെന്ന് പറഞ്ഞാൽ ഈ ഒരു സമയമാകുമ്പോൾ ഞാനിങ്ങനെ ആ സൺസെറ്റ് കഴിഞ്ഞിട്ട് കുറേ നേരം വെളിച്ചമുണ്ടായിരുന്നു. ഇപ്പോൾ സൂര്യൻ പോയെങ്കിൽ എന്താ, അടുത്ത ആൾ വന്നു. ചന്ദ്രൻ എത്തിക്കഴിഞ്ഞു. എൻ്റെ നേരെ ഓപ്പോസിറ്റ് ചന്ദ്രൻ ഉദിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ചന്ദ്രൻ്റെ ആ നിലാ വെളിച്ചത്തിൽ ഞാനിങ്ങനെ ഇരുന്ന് ആസ്വദിക്കുന്നു. ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ താഴോട്ട് നോക്കിയാൽ താഴ്വാരത്തിൽ കംപ്ലീറ്റ് ബിൽഡിങ്സിലും ലൈറ്റ്സ് ചുറ്റും ലൈറ്റ്സാണ് കാണുന്നത്. പിന്നെ പകൽ വെളിച്ചത്തിൽ ഇവിടെ ഡേ ടൈമിൽ വന്ന് നോക്കുകയാണെങ്കിൽ രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ കൊച്ചി നഗരം കാണാമെന്നാണ്. ഇൻഫോ പാർക്ക് കാണാം, ലുലു വരെ കാണാം. അത്ര രസകരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇതിപ്പോൾ നൈറ്റ് ദേ ലൈറ്റ്സ് ഇങ്ങനെ മിന്നാമിനുങ്ങ് പോലെ എൻ്റെ ചുറ്റും ലൈറ്റ്സ്. ഇവിടെ നോക്കിയാൽ ഗ്രീൻബർഗ് റിസോർട്ടിൻ്റെ റൂംസ്, കോട്ടേജസ്, അവിടെയും ലൈറ്റ്സ് എല്ലാം കാണാം. ഇതെല്ലാം ആ പ്രോപ്പർട്ടിയുടെ പാർട്ടാണ് കേട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനെ ഇരിക്കുക, എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം. വളരെ സേഫാണ്. ഇവിടെ മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വൈൽഡായിട്ടുള്ള ആനിമൽസ് ഒന്നുമില്ല. ഇവിടെ ഉള്ളത് പാവം, മാന്, മ്ലാവ്, പിന്നെ അങ്ങനത്തെയൊക്കെ കാര്യങ്ങളാണ്. റാബിറ്റ്, അത്തരം കാര്യങ്ങൾ. പിന്നെ കിളികൾ. ഇപ്പം നല്ല ചീവീടിൻ്റെ ശബ്ദമാണ്. നല്ല രസമായിട്ടിങ്ങനെ നല്ലൊരു തണുത്ത കാറ്റും ആസ്വദിച്ച് സേഫായിട്ട് പീസ്ഫുൾ
ചുറ്റും വനമുള്ള ഏരിയയാണ്, മലനിരകളാണ് ചുറ്റോട് ചുറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു ആംബിയൻസ് നമ്മളിപ്പോൾ എറണാകുളത്തു നിന്നൊക്കെ വരുന്നവർക്ക് എന്തടുത്താണല്ലേ, 2 മണിക്കൂർ മതി ഇവിടെ എത്താൻ. അവിടെ ഇരുന്ന് ഞാൻ ശരിക്കും മതി നമ്മുടെ സെക്കൻഡ് റൂമിലൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ടോ ഇങ്ങനൊരു സ്ഥലം ഇവിടെയുണ്ട്, ഇത്ര പെട്ടെന്ന് വരാൻ പറ്റും എന്നൊക്കെ. ഇടുക്കി ജില്ലയിലേക്കൊക്കെ പോകണമെന്ന് പറയുമ്പോൾ കുറേ ദൂരം സഞ്ചരിക്കണം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല, ജസ്റ്റ് 2 hours വന്നാൽ മതി. ഇങ്ങനൊരു പീസ്, ദിസ് ഈസ് ഹാപ്പിനെസ് എന്ന് പറയില്ല. എന്താണ് സന്തോഷം, എന്താണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു ഹാപ്പിനെസ്? ഇതൊക്കെ തന്നെയല്ലേ ഹാപ്പിനെസ്. തിക്കും തിരക്കിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് നമുക്കൊന്ന് റിലാക്സ് ചെയ്യാനായിട്ട്, ഒന്ന് മൂഡൊക്കെ ലിഫ്റ്റ് ചെയ്തിട്ട് ഒരു വീക്കെൻഡ് വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ഒരു അടുത്ത ഒരു ആഴ്ചത്തേക്കോ 2 ആഴ്ചത്തേക്കോ ഉള്ള എനർജി ആയിട്ടായിരിക്കും നമ്മൾ തിരിച്ചു പോകുന്നത്. ഇതൊക്കെയാണ് സന്തോഷം. എന്തായാലും കുറച്ച് നേരം കൂടി ഇരുന്നിട്ട് ചന്ദ്രനെ നോക്കി കുറച്ച് നേരം ഇരിക്കാൻ പോവാണ്. അത് കഴിഞ്ഞ് താഴേക്ക് പോകും. ഗ്രീൻബർഗ് റിസോർട്ടിൻ്റെ ഫുഡും വളരെ ഫേമസ് ആണ്, അടിപൊളി ഫുഡാണ്. ഇവിടെ 2 നേരം ബുഫയാണ് അല്ലേ, അങ്ങനെയല്ലേ ഷെഫ്? ഇത് എക്സിക്യൂട്ടീവ് ഷെഫ് ശ്രീ ഷെഫ് രതീഷാണ് ഇതിൻ്റെ എല്ലാം പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ആൾ. അദ്ദേഹത്തിൻ്റെ കൈപ്പുണ്യമാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ലഞ്ചും ഡിന്നറും ബുഫയാണ്, ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് ഓഫ് കോഴ്സ് എല്ലാം അത് ആണ്. അടിപൊളിയാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഈ ഇതൊക്കെ കിട്ടും അല്ലേ, പോക്കുണ്ട്, വേണമെങ്കിൽ ബീഫ്, റാബിറ്റ് മീറ്റ് എല്ലാം കിട്ടും. അത് ഇവരുടെ തന്നെ ഫാമിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്, അല്ലാതെ പുറത്തൊന്നും പോകണ്ട. നിങ്ങൾ തന്നെ വളർത്തുന്നു, നിങ്ങൾ എടുക്കുന്ന ആ മീറ്റ് തന്നെ ഏഷ്യയാണ്. സന്തോഷം. വെക്കാം. ഫുഡ് അടിപൊളിയാണ്. ടൊമാറ്റോ ഫ്രൈ, ദാൽച്ചിനി, ഓയിൽ പൊറോട്ടയിൽ നിന്ന് തുടങ്ങുന്നു. ഈ ടൊമാറ്റോ റൈസ്, പ്ലെയിൻ റൈസ്, ഫിഷ് മോളി, ചിക്കൻ ഉലർത്ത, ഓക്കെ, ചിക്കൻ സാലഡ്, ബ്രെഡുണ്ട്, സലാഡ്. നല്ലൊരു സ്പ്രെഡാട്ടോ. നെല്ലിക്കയൊക്കെ ഉണ്ടല്ലോ, ഉപ്പിലിട്ട നെല്ലിക്ക, മാങ്ങ, all veg tomato fry, dalchini, grilled paneer and dry hot gobi, rasam, and dessert is ice cream and caramel pudding. ഇതാണ് അവസ്ഥ. ഓക്കെ, അടിപൊളി. ആൾക്കാരൊക്കെ വന്ന് കഴിക്കാൻ വരുന്നേ ഉള്ളൂ. അവർ ക്യാമ്പ് ഫയറിൻ്റെ ഒക്കെ അവിടെ നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കഴിക്കാനായിട്ട് പോകും. സ്റ്റാർട്ടർ സൂപ്പ്, ക്രീം ഓഫ് മഷ്റൂം സൂപ്പിൽ നിന്ന് തന്നെ തുടങ്ങാം. യെസ്, അത്രയും മതി. സൂപ്പ് കുടിച്ചിട്ടാണ് പിന്നെ വരേണ്ടത് അല്ലേ? അപ്പോൾ പോയിട്ട് വരണോ? അതിൻ്റെ ഒരു ഓർഡർ തെറ്റിക്കണ്ട. സൂപ്പിൽ നിന്ന് തുടങ്ങും. അടിപൊളി. ഗീ ടൊമാറ്റോ റൈസ് ആണല്ലേ? ഓക്കെ, ഒരു വ്യത്യാസമാണല്ലോ. ഒന്നുകിൽ ടൊമാറ്റോ റൈസ് അല്ലെങ്കിൽ ഗീ റൈസ്. ഇതൊരു കോമ്പിനേഷൻ അല്ലേ, ഷെഫിൻ്റെ ക്രിയേറ്റിവിറ്റി. ചിക്കൻ ഉലർത്ത്, paneer grilled. Okay.
കോയിൻ പൊറോട്ടാസ്, ഹോട്ട് ഹോട്ട് വിത്ത് ചിക്കൻ അതൊക്കെ. നന്നായി. ചിക്കൻ വളർത്ത ഗംഭീരം.